ചോദിച്ചെന്നേ ഉള്ളൂ. ചിലപ്പോ തന്റെ ക്ഷീണം കൊണ്ട് തനിക്ക് തോന്നുന്നതാവും. കിടന്നോളൂ. ചേച്ചി എന്താ ആലോചിക്കുന്നേ? സൂര്യയുടെ നന്ദിനിയുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ച്. അത് നമ്മൾ അങ്കിളിനോട് സമ്മതിച്ച കാര്യമല്ലേ? കൂടെ വെക്കാന്ന് പറയുകയും ചെയ്തു. പിന്നെന്താ ആലോചിക്കുന്നേ? വെറും ഒരു രജിസ്ട്രേഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും ഡാഡി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ? വേറെ എന്തുദ്ദേശം? ഞങ്ങളുടെ ഡാഡിയെ ആളൊരു കുറുക്കന്. ആണോ? അപ്പോ എതിയങ്കിളല്ലേ? ബുദ്ധിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെ. മമ്മി ഇത്രയും കലിതുള്ളി നിൽക്കുന്നതിനിടയ്ക്ക് നന്ദിനിയെ ഡാഡി സപ്പോർട്ട് ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ടോ? സൂര്യയെ കൊണ്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അത് ചേച്ചി പറഞ്ഞത് ശരിയാ. ഡാഡിയുടെ ബുദ്ധി തന്നെയാ. നിയമപ്രകാരം നന്ദിനി സൂര്യയുടെ ഭാര്യയായി കഴിഞ്ഞ നമ്മുടെ സമ്പത്തിലൊരു ഭാഗം അവൾക്കായി കൊടുക്കാൻ ഡാഡി തീരുമാനിച്ചാലോ? അതെങ്ങനെ പറ്റും? വേറെ എന്ത് കാര്യങ്ങളും മമ്മി അറിയാതെ നടന്നാലും ഇത് നടക്കില്ല. നോർമൽ കേസിൽ നടക്കില്ല. പക്ഷെ നമ്മൾ ആരും അറിയാതെ ഈ രജിസ്റ്റർ വിവാഹം ഇത്രയും എത്തിച്ചത് ഡാഡിയാണല്ലോ. അതുകൊണ്ടാ ഞാൻ സംശയിക്കുന്നത്. ഇന്ദ്രജയ്ക്ക് ഒരു സംശയം തോന്നിയ അത് മിക്കവാറും സത്യമായിരിക്കും. കള്ളത്തരം കണ്ടുപിടിക്കാൻ ഇന്ദ്രജയെ കഴിഞ്ഞിട്ടല്ലേ ബാക്കി ആരുള്ളൂ? കള്ളന്മാർക്കല്ലേ വേറെ കള്ളന്മാരെ തിരിച്ചറിയാൻ പറ്റൂ. ഡാഡി വരുന്നു. അങ്കിൾ എന്താ ഡാഡി? അഡ്വക്കേറ്റ് ഇപ്പൊ വിളിച്ചിരുന്നു. നാളെ രാവിലെയാ സൂര്യയുടെ